ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ അപകടാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഈ സംഭവത്തിൽ ഇങ്ങനെ ഒരു സാധ്യത കണ്ടുകൊണ്ട് ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആളുകൾക്ക് അവരുടെ സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ടുള്ള മുൻകരുതൽ അത് ഇനിയും തുടരണം. തരത്തിലുള്ള ആലോചനകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അവരിവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർ ഇവിടെ ഉണ്ട്, അവരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അവരുമായിട്ട് കൂടി ആലോചിച്ച് ബാക്കി, അതായത് ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, ഈ റോഡിന്റെ ബാക്കി ഭാഗത്ത് ഉണ്ടായിട്ടുള്ള നിർമ്മാണങ്ങൾ അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ട്. കാരണം ഇന്നലെ ഇപ്പം ഈ പറയപ്പെടുന്ന ഭൂമി വിണ്ടുകീറിയത് കണ്ടെത്തിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ബാക്കി ഭാഗങ്ങളിലും അതുപോലെയുള്ള വിണ്ടുകീറലുകൾ ഉണ്ടായിട്ടുണ്ടോ, അപകടകരമാകുന്ന അവസ്ഥയിൽ സ്ഥിതിഗതികളുണ്ടോ എന്നുള്ളത് സ്ഥലപരിശോധനയിലൂടെ തീരുമാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ട് അതിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ തീരുമാനം. മാസ് ഇവാക്വേഷനാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങോട്ടേക്ക് മാറ്റും? അപകട ഭീഷണിയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചേ മതിയാവൂ. മഴ ഭീഷണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തലത്തിൽ മാസമായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മാസമായിട്ട് മാറ്റേണ്ടി വരും. 2 വർഷമായി ഇവിടെ ഒരു പരാതിയുണ്ട് ഈ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് വിളിച്ചു വരുത്തിയൊരു ദുരന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അതിനകത്തൊന്നും ഇപ്പോൾ ഈ പറയപ്പെടുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടാവുന്നതാണ്. അത് തുടർന്നുള്ള നടപടികളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ബോധ്യപ്പെടാം.